ആത്മഹത്യ ആലോചിക്കാൻ തന്നെ നിർവാഹമില്ല. എന്ത് തന്നെ നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ തന്നതാരാ? ഞാൻ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഒരു പാസ്പോർട്ട് പോലും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഭൂമിയിലേക്ക് വരുമ്പോൾ എനിക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഭൂമിയിലേക്ക് വരുമ്പോൾ എന്റെ പേര് പോലും നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. എന്റെ ഉമ്മാക്കറിയില്ലല്ലോ, എന്റെ വാപ്പക്കറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ നല്ല മക്കളെ വളർത്തിയെടുത്ത വാപ്പമാർ സന്തുഷ്ടമായി വാപ്പമാരെ വളർത്തിയെടുത്ത് സന്തോഷിക്കുന്നവരുണ്ട്. അത്തരം നല്ല വാപ്പമാരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അത്തരക്കാരെ വാപ്പമാരായി ഞങ്ങളെ വാപ്പമാരെ ഞങ്ങളെ നന്നാക്കിയിട്ട് നീ ആക്കണേ അല്ലാഹ്. അതേ സ്ഥാനത്ത് വളർത്തുന്ന മക്കള് സ്വന്തം ഉമ്മാനെ കൊന്നുകളയുന്ന മക്കളായില്ലേ? സ്വന്തം ബാപ്പന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന മക്കളായില്ലേ? സ്വന്തം ഉമ്മാന്റെ ഭാര്യ ഉമ്മയുടെ കഴുത്തിലേക്ക് കത്തിവെക്കുന്നതിന് മടിയില്ലാത്ത മക്കളായില്ലേ? പ്രതീക്ഷകളുള്ള ലോകമാ ദുനിയാവ് എന്ന് പറയുന്നത്. പക്ഷേ മുസ്ലിമേ, എന്ത് തന്നെ പ്രതീക്ഷയുണ്ടെങ്കിലും ഈ ലോകത്തൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. എങ്ങനെയാണ് പരീക്ഷ എന്ന് പറയാൻ കഴിയൂല. നിങ്ങൾ കണ്ടില്ലേ മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം, മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബീനാ അലൈഹിസ്സലാം സ്വന്തം പ്രിയപ്പെട്ട മകനാണ് ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. എത്രയോ കാലം ദുആ ചെയ്തിട്ട് അല്ലാഹു കൊടുത്ത മോനാ നബിയുല്ലാഹി ഇസ്മാഈൽ നബീനാ അലൈഹിസ്സലാം. ഭാര്യനെയും കുറച്ചു കാലത്തേക്ക് കൂടെ നിർത്തണ്ടെന്നാണ് റബ്ബിന്റെ തീരുമാനം. എങ്ങനെ കുറച്ചു കാലം എനിക്ക് കൂടെ വേണ്ട, കുറച്ച് പ്രവാസിയായിട്ട് പോയിക്കോ. മക്കയുടെ കാബത്തിന്റെ അടുക്കൽ മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രിയപ്പെട്ട മകനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെയും ഹാജറ ബീവിയെയും കാബത്തിന്റെ അടുക്കൽ ഒറ്റക്കാക്കിയിട്ട് പോകാനാ പറഞ്ഞത്. ഫോണിൽ ക്യാമറ ഉണ്ടാവും, എല്ലാം നോക്കിയാൽ മതി, അവസ്ഥകളൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ടാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പോകാൻ പറഞ്ഞത്? അല്ല, പിന്നെ പരീക്ഷയാണ്. രണ്ടാളെ അവിടെ ആക്കിയിട്ട് നിങ്ങൾ പോയിക്കോന്നാ പറഞ്ഞത്. എത്രയോ കാലായിട്ട് മക്കളില്ലാതെ അല്ലാഹുവിനോട് ദുആ ചെയ്ത് അല്ലാഹു നൽകിയ മോനാ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. കളിച്ചുകൂടേണ്ട പ്രായം, ആ കുട്ടിയോടൊപ്പം കളിച്ച് സമയം കളയേണ്ട പ്രായം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറയാണ് അവിടെ ആക്കിയിട്ട് പോയിക്കോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കുട്ടിയെ കൊണ്ടുപോയി അവിടെ ആക്കി ഉമ്മനെയും അവിടെ ആക്കിയിട്ട് പോയി കുറച്ച് കഴിഞ്ഞ് വെച്ചപ്പോ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ ഓർഡറാണ്. എന്താ ഓർഡർ എന്നറിയോ? ആ പ്രിയപ്പെട്ട മകനെ അറുത്തു കളയാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞു? അതെ, എന്നാ പിന്നെ കുറച്ച് നടന്ന് തീറ്റായിക്കൂടായിരുന്നോ? കുറച്ച് ദിവസം ഞാൻ അവിടെ കുട്ടീനെ കൂടെ ജീവിച്ചിട്ട് പറഞ്ഞുകൂടായിരുന്നോ? എന്താ അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ എന്നോട് അറക്കാനാ പറയുന്നത് എന്ന് ചോദിച്ചോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം? ഇല്ലേ, അല്ലാഹുവിന്റെ ഓർഡറാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബത്തിന്റെ അടുക്കലേക്ക് പോയി കുട്ടിയോട് പറയാണ്, മോനെ പിന്നെ അറക്കാൻ സ്വപ്നം കണ്ടിട്ട് എന്താ മോന്റെ അഭിപ്രായം? നമ്മളെ മക്കളോട് മുടിവെട്ടും വരെയൊക്കെ വെട്ടാൻ പറഞ്ഞിട്ട് ഇപ്പൊ മോള് മൂത്തൊക്കില്ല. നമ്മളെ ഈ ഭാഗത്തുള്ള കുട്ടികളെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്. നമ്മളെ ഈ ഭാഗത്തുള്ള കുട്ടികളൊക്കെ മാഷാ അല്ലാഹ് നല്ല കുട്ടികളാണ്. അല്ലാഹു മക്കളൊക്കെ നന്നാക്കി തരട്ടെ. എന്താ ആമീൻ പറയാൻ കൂടി മക്കളെന്താ നമ്മൾ നന്നാണ്ടിരുന്ന് ചോദിച്ചിട്ടാ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ ഭാഗത്തുള്ളവരൊക്കെ അമേരിക്കയിലെ നല്ല കുട്ടികളാണെന്നാണ്. ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പള്ളിയിലാണ് നേരെ എന്നെ കൊണ്ടുപോയത്. അവിടെ ഇറങ്ങി ചെല്ലുമ്പോ എവിടെയും കാണാത്ത അനുഭവം. ചെറുപ്പക്കാരായ കുട്ടികളാണ്. അവിടെ എല്ലാ പരിപാടിക്കും പലയിടങ്ങളിലും പോയാൽ അങ്ങനെ കാണില്ല. ഇവിടെയുള്ള കമ്മിറ്റിക്കാർക്ക് ആ വകയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും മക്കൾക്കും എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയ സന്തോഷം തോന്നി. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ അകന്നു നിൽക്കുന്ന ഒരു കാലത്ത് അവരെ കൂട്ടിപ്പിടിക്കാൻ